ലേറ്റസ്റ്റ് പ്രൊമോ ശരിക്കും ഞെട്ടിക്കുന്ന പ്രൊമോ അല്ലേ? ഡേഞ്ചർ സോൺ എന്ന ടാസ്കിന്റെ ഭാഗമായിട്ട് ഗബ്രി മല്ലയും കൂടെ ഒരു ബൽപ്പിടുത്തം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന മാതിരിയാണ് നമുക്ക് പ്രൊമോ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ ആയിരിക്കുമോ? ഇനിയൊരു ഫിസിക്കൽ അസോൾട്ട് വന്നിട്ട് ഒരാൾ പുറത്തു പോകാനുള്ള ചാൻസസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതൊരു പ്രൊമോ ആയിട്ട് ഇനി അവർ മാർക്കറ്റ് ചെയ്യില്ല. കാരണം നിങ്ങളിൽ പല പേർക്കും അറിയുന്നുണ്ടാവും, ബിഗ് ബോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് നിൽക്കുന്നുണ്ട്. അതായത് ലാസ്റ്റ് റോക്കി നമ്മുടെ സിജോനെ അടിച്ചപ്പോൾ അത് മാർക്കറ്റ് ചെയ്ത് വിറ്റ് കാശുണ്ടാക്കി എന്നുള്ളത് ഒരു മെയിൻ അലിഗേഷൻ ആയിട്ട് ഈ ഷോക്ക് എഗെയിൻസ്റ്റ് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇതുപോലെ പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കില്ല. അതായത് പ്രൊമോ ആയിട്ട് അവർ ഇടില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചിട്ടുണ്ടാവില്ല. രണ്ടിലൊരാൾ പുറത്തു പോകാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. വേണമെങ്കിൽ നമ്മുടെ ബോസ് അണ്ണനെ ജിൻഡോനെ വേണമെങ്കിൽ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കാം. കാരണം ഇനിയിപ്പോൾ ആകെ സ്ട്രോങ് ആയിട്ടുള്ളത് ജിൻഡോ ആണല്ലോ. സിബിനെ പുറത്താക്കി, പൂജ പിന്നെ സ്വയം പോയി, രതീഷിനെ പുറത്താക്കി, അങ്ങനെ ആരൊക്കെ മുല്ലപ്പൂവിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രോങ് ആയി നിൽക്കുന്നു അവരെയൊക്കെ പുറത്താക്കലാണല്ലോ ഒരു തന്ത്രം. അപ്പോൾ വേണമെങ്കിൽ ഇനിയിപ്പോൾ ജിൻഡോ മാത്രമല്ലേ വീണ്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ജിൻഡോനെ കൂടെ വേണമെങ്കിൽ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കാം. അങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം. ബോസ് അണ്ണനല്ലേ, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി മാറ്റി ക്ലിയർ ആക്കി കൊടുത്താലല്ലേ ആ ഗപ്പെടുത്ത് നമ്മുടെ മുല്ലപ്പൂന് കൊടുക്കാൻ പറ്റുള്ളൂ.